ഹായ് കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷനിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് ഉള്ള പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. കലാവിദ്യാഭ്യാസം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 15 മുതൽ നമുക്ക് തുടങ്ങാം. നിറങ്ങളുടെ ആകാശം എന്ന ഭാഗമാണ് ആദ്യം. കൂട്ടുകാർ, ആകാശത്ത് നോക്കുമ്പോൾ എല്ലാ സമയത്തും ആകാശത്തിന് ഒരേ നിറമാണോ? പകൽ സമയത്തും സന്ധ്യാസമയത്തും കാണുന്ന നിറങ്ങളിൽ വ്യത്യാസമില്ലേ? തീഷ്ണത കൂടിയ നിറങ്ങളുണ്ട്, തീഷ്ണത കുറഞ്ഞ നിറങ്ങളുണ്ട്. നിറത്തിലെ വെളിച്ചത്തിന്റെ തോതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? കൂട്ടുകാർക്കറിയാമോ, നിറങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ പ്രയോജനപ്പെടുത്തി നിരവധി കലാപ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉച്ചസമയത്തും സന്ധ്യാസമയത്തും അതുപോലെ തന്നെ പ്രഭാതത്തിലും ആകാശം കൂട്ടുകാർ നിരീക്ഷിക്കണേ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ പ്രഭാതവും ഉച്ചസമയവും സന്ധ്യാനേരവും നിറങ്ങൾ ഉപയോഗിച്ച് ഒന്ന് വരച്ച് ഭംഗിയാക്കാമോ? സന്ധ്യാസമയത്ത് കൂടുതലും കാണുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? അതെ, നീല, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് അല്ലേ? ആകാശത്തിന്റെ നിറം ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണ്? അതെ, വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നിറത്തിലെ വെളിച്ചത്തിന്റെ തോതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിറത്തിന്റെ തോത് ഉയരുമ്പോൾ നിറം കൂടുതൽ തെളിമയുള്ളതായി മാറുന്നു. കൂട്ടുകാർക്കറിയാമോ, പ്രകൃതിയിൽ കാണപ്പെടുന്ന നിറങ്ങളെല്ലാം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അതെ, സൂര്യനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൂര്യരശ്മികളുടെ സഞ്ചാരമാണ് നിറങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് കാരണം. നീല, പച്ച നിറങ്ങൾക്ക് തീഷ്ണത കുറവാണ്. എന്നാൽ ചുവപ്പ്, ഓറഞ്ച് എന്നിവയ്ക്കൊക്കെ തീഷ്ണത കൂടുതലും ആണ്. പേജ് നമ്പർ 16 എടുത്തു നോക്കൂ. അവിടെ കളർ വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കളർ വാല്യൂ? നിറങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചത്തിൻ്റെ തോതിനെയാണ് കളർ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ നിറത്തിൻ്റെയും തോത് വ്യത്യസ്തമായിരിക്കും. ഒരു നിറത്തിൻ്റെ തോത് ഉയർന്നതാകുമ്പോൾ ആ നിറം കൂടുതൽ തെളിച്ചമുള്ളതായി അനുഭവപ്പെടും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കളർ വാല്യൂ അത് കാണാതെ പഠിച്ചിരിക്കണേ. നിറവുമായി ബന്ധപ്പെട്ട ആദ്യ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് അരിസ്റ്റോട്ടിലാണ്. എല്ലാ നിറങ്ങളും വെളുപ്പിൽ നിന്നും കറുപ്പിൽ നിന്നുമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. കറുപ്പിൽ നിന്നും വെളുപ്പിൽ നിന്നും വന്ന നിറങ്ങൾ ജലം, വായു, തീ, ഭൂമി എന്നീ 4 ഘടകങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തുവെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. പിന്നീട് സർ ഐസക് ന്യൂട്ടന്റെ വർണ്ണ സിദ്ധാന്തം വരും വരെ അരിസ്റ്റോട്ടിലിന്റെ ഈ നിഗമനം വ്യാപകമായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു. സൂര്യപ്രകാശം 7 ദൃശ്യനിറങ്ങളാൽ നിർമ്മിതമാണെന്ന് ഐസക് ന്യൂട്ടൻ തെളിയിച്ചു. 1660കളിൽ സർ ഐസക് ന്യൂട്ടൻ സൂര്യപ്രകാശവും പ്രിസവും ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും നടത്തി. അതിനു മുമ്പ് 1600കളിൽ ഫിന്നിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ആരോൺ സിഗ്ഫ്രിഡ് ഫോർസിയസ് എന്ന ശാസ്ത്രജ്ഞൻ ഇരുണ്ടത് വെളിച്ചമുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിറങ്ങളെ ക്രമീകരിച്ചൊരു ഡയഗ്രവും സൃഷ്ടിച്ചു. 7 നിറങ്ങൾ അതിലൂടെ അദ്ദേഹം തിരിച്ചറിയുകയും 1704 തൻ്റെ പുസ്തകമായ ഒപ്റ്റിക്സിൽ അവയെ ഒരു ചക്രമാക്കി അവതരിപ്പിക്കുകയും ചെയ്തു. അത് കളർ വീൽ എന്ന് അറിയപ്പെട്ടു. പേജ് നമ്പർ 16 നിങ്ങൾക്ക് കാണാം ഗ്ലാസ് പ്രിസവും കളർ വീലും. പേജ് നമ്പർ 17 നിറങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇംപ്രഷനിസവും പോയിന്റിലിസവും. ക്ലോദ് മോനെ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഇംപ്രഷൻ സൺറൈസ് എന്ന ചിത്രമാണത് 1872 ആവിഷ്കരിച്ചത്. അതുപോലെ താഴെ സ്പ്രിംഗ് ടൈം 1888 വരച്ച ജോർജസ് സൂറ വരച്ച ചിത്രവുമാണ് കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നത്. പോയിന്റിലിസം തുടങ്ങും മുമ്പേ ഇംപ്രഷനിസമാണ് തുടങ്ങിയത്. അതായത് 19ാം നൂറ്റാണ്ടിൽ പാരീസ് എന്ന സ്ഥലം ആസ്ഥാനമാക്കിയ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു കലാപ്രസ്ഥാനമാണ് ഇംപ്രഷനിസം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. എവിടെ നിന്നാണ് ഇംപ്രഷനിസം എന്ന പേര് വന്നത്? അതെ, ക്ലോദ് മോനെയുടെ ഇംപ്രഷൻ സൺറൈസ് 1872 ആ ചിത്രത്തിൽ നിന്നും ആണ്. സൂര്യപ്രകാശം വസ്തുക്കളിൽ വരുത്തുന്ന വെളിച്ചത്തെ ഇംപ്രഷനിസ്റ്റുകൾ എന്തു ചെയ്തു? തീഷ്ണമായ ഛായത്തേപ്പുകൾ കൊണ്ട് ആവിഷ്കരിച്ചു. പിന്നീട് ജോർജസ് സൂറയുടെ സ്പ്രിംഗ് ടൈം 1888 പുറത്തിറക്കിയ ആ ചിത്രമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്.
ഇംപ്രഷനിസത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു പോയിന്റിലിസം വികസിപ്പിച്ചെടുത്തത്. ക്യാൻവാസിൽ നിറങ്ങളുടെ ചെറുതും വലുതുമായ ബ്രഷ് സ്ട്രോക്കുകളും കുത്തുകളും അടുത്തടുത്തായി തേച്ചു വെച്ചുകൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് പോയിന്റിലിസം. അതും പരീക്ഷയ്ക്ക് വരും. എന്താണ് തിയറി ഓഫ് കളേഴ്സ്? കൂട്ടുകാർക്കറിയാമോ? അതെ, നിറങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും അവ മനുഷ്യർ എങ്ങനെ കാണുന്നുവെന്നും വിശദീകരിക്കുന്നതാണ് തിയറി ഓഫ് കളേഴ്സ്. എന്താണ് വർണ്ണശാസ്ത്രം? അതെ, ആധുനിക നിറ സിദ്ധാന്തം വർണ്ണശാസ്ത്രമെന്ന് അറിയപ്പെടുന്നു. ആധുനിക നിറ സിദ്ധാന്തത്തെ വർണ്ണശാസ്ത്രമെന്ന് വിളിക്കുന്നു. വെള്ള നിറത്തെ മറ്റു നിറങ്ങളുമായി യോജിപ്പിക്കുന്നതിനെ ടിൻറ്റ് എന്ന് പറയുന്നു. നിറങ്ങൾ കറുപ്പുമായി യോജിപ്പിക്കുന്നതിനെ ഷെയ്ഡ് എന്ന് പറയുന്നു. നിറങ്ങൾ ഗ്രേ കളറുമായി യോജിപ്പിക്കുന്നതിനെ ടോൺ എന്നും പറയുന്നു. ഈ പോയിന്റുകളൊക്കെ ഓർത്തു വെക്കണേ. എന്താണ് സാച്ചുറേഷൻ? നിറത്തിൻ്റെ തീവ്രതയെ കുറിക്കുന്ന സാങ്കേതിക പദമാണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ വർദ്ധിക്കുമ്പോഴാണ് നിറങ്ങൾക്ക് കൂടുതൽ തെളിച്ചം കിട്ടുന്നത്. ഇത്രയും നേരം നമ്മൾ നിറത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് നിറമെന്നറിയാമോ കൂട്ടുകാർക്ക്? ഒരു വസ്തുവിൽ സൂര്യപ്രകാശം പതിച്ച് കണ്ണിലേക്ക് പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നിറം. പ്രകൃത്യ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാകുന്ന ഒരു പദാർത്ഥത്തെ സൂചിപ്പിക്കുന്നത് പിഗ്മെൻറ്റ് എന്നാണ്. പിഗ്മെൻറ്റ്. ഒന്നാമത്തെ യൂണിറ്റിലെ നിറങ്ങളുടെ ആകാശം എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗം മധുരമീ നാദമാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. പ്രകൃതിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടല്ലേ. ചിലത് നമുക്ക് കാതടപ്പിക്കുന്നതാണ്, നമുക്ക് അലോസരമുണ്ടാക്കുന്നതാണ്, നമുക്ക് സഹിക്കാൻ വയ്യ അല്ലേ. എന്നാൽ ചിലതോ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ചില ശബ്ദങ്ങൾ അപ്പോൾ സന്തോഷത്തോടെ നാം കേൾക്കുന്ന ശബ്ദങ്ങളാണ് നാദങ്ങൾ. കേൾക്കാൻ ഇമ്പമുള്ളതാണ് നാദം. നാദം നമുക്ക് സന്തോഷമാണ് നൽകുന്നത്. നാദം സംഗീതാത്മകമാണ്. നാദം ആസ്വാദ്യകരമാണ്. കേൾക്കാൻ ഇമ്പമുള്ളതാണ് നാദം. നാദം നമുക്ക് സന്തോഷമാണ് നൽകുന്നത്. നാദം സംഗീതാത്മകമാണ്. നാദം ആസ്വാദ്യകരമാണ്. ആധികാരിക സംഗീത ഗ്രന്ഥങ്ങളിൽ നാദത്തെ ആഹതനാദമെന്നും അനാഹതനാദമെന്നും പറയുന്നുണ്ട്. രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന നാദത്തെ ആഹതം, കേൾക്കാൻ കഴിയാത്ത നാദത്തെ അനാഹതമെന്നും പറയുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. നാദത്തെ 6 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ശരീരജം, നഗജം, ധനുർജം, വായുജം, ചർമ്മജം, ലോഹജം. മനുഷ്യൻ്റെ കണ്ടത്തിൽ നിന്നുമുണ്ടാകുന്ന വായ്പാട്ട് അത് ശരീരജമാണ്. ശരീരത്തിൽ നിന്നും. നഖത്തിൽ നിന്നുമുണ്ടാകുന്നത് നഗജം. നഖം ഉപയോഗിച്ച് കമ്പികളിൽ തട്ടി മീട്ടി ഉണ്ടാക്കുന്ന നാദം. വീണയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന നാദം നഗജമാണ്. ധനുർജം എന്ന് പറഞ്ഞാൽ വയലിൻ, വില്ലുപയോഗിച്ച് ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന നാദം. വായുവിൻ്റെ സഹായത്തോടെ നാദം പുറപ്പെടുവിക്കുന്നത്, അതായത് ഓടക്കുഴലൂതി ഉണ്ടാക്കുന്ന നാദത്തെ ധനുർജം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് വായുജം? വായുവിൻ്റെ സഹായത്തോടെ നാദം പുറപ്പെടുവിക്കുന്നത്, ഓടക്കുഴലിലൂടെ വായിക്കുന്നത് വായുജമാണ്. തുകൽ വാദ്യങ്ങളിൽ നിന്നും ചെണ്ട, മദ്ദളം, മൃദംഗമൊക്കെ എന്താണ്? ചർമ്മജമാണ്. മൃഗങ്ങളുടെ ചർമ്മം കൊണ്ടാണ്, ആ തോല് കൊണ്ടാണത് കൊട്ടുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത്. അതുപോലെ ലോഹജം, ഇലത്താളമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ലോഹനിർമ്മിതമായ ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നാദമാണ് ലോഹജം. ഇതെല്ലാം പഠിച്ചു വെക്കണേ. വിവിധ തരം സംഗീത ഉപകരണങ്ങൾ കൂട്ടുകാർ കണ്ടെത്തി നോട്ടിൽ കുറിച്ച് വെക്കുമല്ലോ. തിമില, ശംഖ്, ഓടക്കുഴൽ, വയലിൻ, മൃദംഗം, ഇലത്താളം, ചെണ്ട, അങ്ങനെ തുടങ്ങി ധാരാളം സംഗീതോപകരണങ്ങൾ കൂട്ടുകാർക്ക് ചുറ്റിലുമുണ്ട്. അതൊക്കെ കണ്ടെത്തി അവയുടെ പേരൊക്കെ ആർട്ട് എഡ്യൂക്കേഷൻ നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കുമല്ലോ. സിനിമ പാട്ടുകളൊക്കെ കൂട്ടുകാർ കേട്ടിട്ടില്ലേ? എന്ത് രസമാണല്ലേ അതൊക്കെ കേൾക്കാൻ. ഒരു സിനിമാ പാട്ടൊക്കെ ഒന്ന് പാടി നോക്കിയാലോ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. എന്ത് രസമാണല്ലേ സിനിമാ ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ. കൂട്ടുകാർക്കറിയാമോ, ജൂൺ 21 ലോക സംഗീത ദിനമാണ്. സംഗീതത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഗാനം സംഘമായി പാടാനാണ് പാഠപുസ്തകത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് സിനിമാ ഗാനങ്ങളൊക്കെ ആസ്വദിക്കുമല്ലോ.
ഇനി ഡോക്ടർ KJ യേശുദാസിനെ കുറിച്ചും S ജാനകി അമ്മയെക്കുറിച്ചുമാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്ഫുടതയുള്ള ശബ്ദത്തിൻ്റെ ഉടമയായ ഡോക്ടർ KJ യേശുദാസിനെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? അതേപോലെ തന്നെ ജാനകി അമ്മയെക്കുറിച്ചും 50,000-ത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം പാടി വെച്ചിട്ടുള്ളത്. 8 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിട്ടും ഉണ്ട്. 17 ഭാഷകളായിട്ട് 48,000-ത്തിൽ പരം ഗാനങ്ങളാണ് S ജാനകി അമ്മ പാടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജാനകി അമ്മ ഈ ഭൂമിയിൽ ഇല്ല, അവർ ഓർമ്മയായിരിക്കുന്നു. പേജ് നമ്പർ 21 ഒരു പാട്ടുപെട്ടിയുണ്ട്. പ്രഭാതഗീതം ആണ്. ആ പാട്ടുപെട്ടിയിലെ പ്രഭാതഗീതം ഒന്ന് പാടി നോക്കണേ. അതുപോലെ മറ്റു പാട്ടുകൾ ശേഖരിച്ച് പാട്ടുപെട്ടിയിൽ ചേർക്കുക. കൂടാതെ സ്കൂൾ റിസോഴ്സ് ഫോൾഡറിലുള്ള ക്ലാസ് 7-ലെ 1.3 എന്ന ഫയൽ തുറന്ന് കൂട്ടുകാർ അത് നോക്കുക. പാട്ടുപെട്ടിയെന്ന് നോക്കാം. അറിവാണു നിറവ് കനിവിൻ്റെ പൊരുള്, ഉണരാം അണിചേരാം നന്മകൾ വിതറാം, ചങ്ങാതിയാരെന്ന് നന്നായറിയാം. ഒന്നാണ് നാം എന്ന ചിന്തയിൽ അലിയാം, ഒന്നാണു നാം എന്ന ചിന്തയിൽ അലിയാം. കൺതുറക്കാം, തോളോടു തോൾ ചേർന്ന് ലോകമറിയാം. പാറുന്ന പക്ഷിയിലൊരാകാശമുണ്ടെന്നും ചേക്കേറാനൊരു ചില്ല സ്വപ്നമുണ്ടെന്നും അറിയുമ്പോൾ നിറവ് നന്മയുടെ പൊരുള് അതിലെഴുതാം സ്നേഹത്തിൻ പുതിയ കനവ്. ഡോക്ടർ ആശ M ആണ് പാട്ടുപെട്ടിയിലെ പാട്ട് എഴുതിയിട്ടുള്ളത്, പ്രഭാതഗീതം എഴുതിയിട്ടുള്ളത്. ഞാനൊരു കലാകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ധാരാളം സംഗീതോപകരണങ്ങളെ അറിയാനും അത് വായിക്കാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക, മൃദംഗം, ഓടക്കുഴൽ, വയലിൻ, ഇലത്താളം, തിമില, ചേങ്ങില, മദ്ദളം, കൊമ്പ്, കുഴൽ, കുറുങ്കുഴലെല്ലാം ഞാൻ കണ്ടിട്ടുള്ള സംഗീത ഉപകരണങ്ങളാണ്. ഞാൻ സംഗീതം പഠിച്ചതുകൊണ്ട് ഈ പാഠം എടുക്കാനും എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഇനി അടുത്തത് സിനിമാ കഥ എന്ന പാഠഭാഗമാണ്. സിനിമാ കഥ എന്ന പാഠഭാഗം നമ്മെ ബോധിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ചാണ്. സ്കൂൾ റിസോഴ്സ് ഫോൾഡറിലുള്ള ക്ലാസ് 7-ലെ 1.4 എന്ന ഫയൽ തുറക്കുക. അതിൽ പ്ലാസ്റ്റിക് എന്ന സിനിമ കൂട്ടുകാർക്ക് കാണാൻ കഴിയും. നിങ്ങൾ കണ്ട ഈ സിനിമയിലെ ആശയം നിങ്ങൾ പറയുമല്ലോ. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഒരു സിനിമ രൂപപ്പെടുന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ആദ്യം തന്നെ അതിനൊരു ആശയം വേണം, പിന്നീട് കഥ, പിന്നീട് കഥാപാത്രങ്ങൾ, പിന്നെ അതിൻ്റെ അവതരണം, അതെങ്ങനെ പിന്നീട് റിലീസ് ചെയ്യാം, അത് ജനങ്ങളിൽ എന്തൊക്കെയാണ് സന്ദേശങ്ങൾ നൽകുന്നത്. ഇത്രയുമാണ് ഒരു സിനിമയുടെ ജനനം. റിബുവിൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ് നടക്കുന്നത് ക്ലാസ്സിൽ. റിബു മുട്ടായി കൊണ്ടുവന്നു, ടീച്ചർക്ക് കൊടുത്തു, കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. ടീച്ചർ എന്ത് ചെയ്തു? മുട്ടായിയുടെ കവറെടുത്ത് പുറത്തേക്ക് കളയാതെ ബാഗിൽ വച്ചു. എന്നിട്ടോ അത് കുട്ടികളോട് സിനിമാ കഥ എന്ന പാഠഭാഗം ഇവിടെ തുടങ്ങുന്നത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിട്ടാണ്. അതായത് റിബുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് റിബു കുറേ മിഠായികളൊക്കെ കൊണ്ടുവന്നു, ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ആ മിഠായി കഴിച്ച ശേഷം അതിൻ്റെ കവറെടുത്ത് കളയാതെ ബാഗിൽ വെച്ചു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്തിനാണ് ആ കവർ കളയാതെ ബാഗിൽ വെച്ചതെന്ന്. അപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികൾക്കുമായി ഒരു ബോധവൽക്കരണം നടത്തുകയാണ് അവിടെ. പ്ലാസ്റ്റിക് അങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് ഭൂമിയിൽ വരുത്തുന്ന വിപത്തുകളൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. കൂട്ടുകാർക്കറിയാമോ, ഇപ്പോൾ പുഴയിലും കടലിലും ഒക്കെ പ്ലാസ്റ്റിക് നിറഞ്ഞ് മത്സ്യങ്ങളുടെ വയറ്റിലൊക്കെ പ്ലാസ്റ്റിക്കാണ്. അത് ക്രമേണ ഇനി എല്ലാ വിഭാഗം ജീവികളെയും ബാധിക്കും. അതിനു മുമ്പ് നമ്മൾ മനുഷ്യർ വേണം അതിനെ തടയാൻ. അത് വീണ്ടും സംസ്കരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് എങ്ങനെ വീണ്ടും പുനരുപയോഗം ചെയ്യാം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും പ്ലാസ്റ്റിക്കിനെ എങ്ങനെ തുരത്താം എന്നൊക്കെയുള്ള മാർഗങ്ങൾ അത് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. ഈ കുട്ടിക്ക് തോന്നുകയാണ് ഭാവിയിൽ ഓരോ മനുഷ്യനും ഇങ്ങനെ പ്ലാസ്റ്റിക് വിഴുങ്ങുന്നതും ഛർദ്ദിക്കുന്നതുമൊക്കെ. അതൊക്കെ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. പിന്നീട് റിബു എന്ന പെൺകുട്ടിക്ക് അച്ഛൻ വാങ്ങിക്കൊടുക്കുകയാണ് ഒരു ശീതളപാനീയം. അതും പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. അത് അവളെ അസ്വസ്ഥയാക്കുന്നു. കൂട്ടുകാരെല്ലാവരും പ്ലാസ്റ്റിക് എന്ന സിനിമ കാണണേ.
ഇനി പേജ് നമ്പർ 24 സത്യജിത്ത് റായും അപർണ സെന്നുമാണ് ഉള്ളത്. അവരെക്കുറിച്ച് എന്താണ് എന്ന് നോക്കാം. പ്രശസ്ത സംവിധായകനായ സത്യജിത്ത് റായ് 20-ാം നൂറ്റാണ്ടിലെ മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ്. കൊൽക്കത്തയിൽ അദ്ദേഹം ജനിച്ചു. സിനിമകൾ, ഡോക്യുമെൻ്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പതേർ പാഞ്ചാലി, അപരാജിതോ, അബൂർ സെൻസാർ എന്നിവ പ്രധാന ചലച്ചിത്രങ്ങൾ ആണ്. തിരക്കഥാരചന, പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം, കലാസംവിധാനം, ചിത്രസംയോജനം, പരസ്യകല തുടങ്ങിയ സിനിമ നിർമ്മാണ രംഗത്തെ വിവിധ മേഖലകളിൽ റായ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഭാരതരത്നം, ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം, അക്കിര കുറാസോവോ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂട്ടുകാർ ഇതെല്ലാം പഠിച്ചു വെക്കണേ. അപർണ സെന്നിനെ കുറിച്ചാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ്, തിരക്കഥാകൃത്താണ്, നടിയാണ്. സത്യജിത്ത് റായ് സംവിധാനം ചെയ്ത തീൻ കന്യ, അതായത് 3 പെൺമക്കൾ എന്ന ചലച്ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത്. അപർണ സെൻ നിർവഹിച്ച പ്രധാന സിനിമകളുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. അവർ രണ്ടുപേരുടെയും ജീവചരിത്രങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും ചെയ്യുമല്ലോ. 2ാമത്തെ യൂണിറ്റ് കൂടി ഓണപരീക്ഷയ്ക്ക് വരും. താളത്തിൻ്റെ പ്രകാശങ്ങൾ. അതിൽ തുള്ളലിൻ്റെ ചിരിച്ചന്തം, കാലത്തിലൂടെ, മുഖംമൂടിയുടെ മുഖം, നാട്ടുപാട്ട്, സിനിമ എന്നീ ഭാഗങ്ങളാണ് കൂട്ടുകാർക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത പാഠഭാഗം തുള്ളലിൻ്റെ ചിരിച്ചന്തമാണ്. എന്താണ് തുള്ളൽ? കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ വിമർശനാത്മകമായ ഇടപെടലുകൾ നടത്തിയ കലാരൂപമാണ് തുള്ളൽ. സാമൂഹികവും സാമുദായികവുമായ അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു കലാരൂപമാണ് തുള്ളൽ. ആക്ഷേപഹാസ്യത്തിലൂടെ ആനുകാലിക സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. ശരീരത്തിൻ്റെ ചലന വ്യത്യാസങ്ങൾ, അതുപോലെ ഭാവപ്രകാശന സാധ്യതകളും ഉപയോഗിച്ച് മാത്രം വ്യത്യസ്ത കഥാപാത്രങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ ആനുകാലിക സംഭവങ്ങൾ ഇതിവൃത്തമാക്കിക്കൊണ്ട് തുള്ളൽ അവതരിപ്പിക്കപ്പെടുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ആവിഷ്കാരം കൊണ്ടുവന്നത് കുഞ്ചൻ നമ്പ്യാർ ആണ്. 3 താളത്തിലും വ്യത്യസ്ത താളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓട്ടംതുള്ളലിൽ ചെമ്പട താളവും മറ്റു 2 തുള്ളലിൽ ഖണ്ഡചാപ്പും മിശ്രചാപ്പുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തരങ്കിണി വൃത്തം, കേകവൃത്തം, മല്ലികാ വൃത്തം 3 തുള്ളലിലും വ്യത്യസ്ത വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓട്ടംതുള്ളലിൽ വേഗത്തിലുള്ള പാട്ടാണ്. മറ്റു 2 തുള്ളലിലും പറയൻ തുള്ളലിലും ശീതങ്കം തുള്ളലിലും അല്പം പതിഞ്ഞ പാട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിളംബ ഗതി. തുള്ളലിൻ്റെ ചിരിച്ചന്തം എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് ഓട്ടംതുള്ളൽ രാമാനുജ ചരിതം എന്ന ഭാഗത്ത് നിന്ന് കൊണ്ടാണ്. അവിടെ ഒരു 2 വരി കൊടുത്തിട്ടുണ്ടാകുന്ന മൂളി നോക്കാം. മർക്കട കീട നില്ലട നിന്നുടെ മസ്തകമിന്നു തകർത്തേ പോരൂ. ഈ ഒരു ഈണത്തിലാണ് ഓട്ടംതുള്ളൽ പാടാറുള്ളത്. രുക്മിണി സ്വയംവരം ഓട്ടംതുള്ളലാണ് 2ാമത് കൊടുത്തിട്ടുള്ളത്. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. പിന്നീട് കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളലിലെ 2 വരി കൊടുത്തിട്ടുണ്ട്. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. കൂട്ടുകാർ ഈ ഒരു തുള്ളലുകളുടെ ഈണത്തിനായി സ്കൂൾ റിസോഴ്സ് ഫോൾഡറിലുള്ള ക്ലാസ് 7-ലെ 2.1 എന്ന ഫയൽ തുറക്കുമല്ലോ. പിന്നീട് ഓട്ടംതുള്ളലിൻ്റെയും പറയൻ തുള്ളലിൻ്റെയും ശീതങ്കം തുള്ളലിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 26-ൽ. അതിലെ വേഷവിധാനങ്ങളും മുഖത്തെഴുത്തും ഒക്കെ വ്യത്യാസങ്ങളാണ്. അത് കൂട്ടുകാർ നോക്കി മനസ്സിലാക്കുമല്ലോ. പേജ് നമ്പർ 27 എടുക്കാം കൂട്ടുകാരെ. തുള്ളലുകളുടെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ. അതിൽ വേഷം എങ്ങനെയാണ്? ഓട്ടംതുള്ളലിന് വർണ്ണാഭമായ വേഷമാണ്. അരയിൽ നീളമുള്ള പാവാടയുണ്ടാകും, നെഞ്ചിൽ ആഭരണങ്ങളും ഉണ്ടാകും. ശീതങ്കം തുള്ളലിനോ ലളിതമായ വേഷമായിരിക്കും, തെങ്ങോല കൊണ്ടുള്ള അലങ്കാരങ്ങൾ ആയിരിക്കും. പറയൻ തുള്ളലിന് ലളിതമായ വേഷമായിരിക്കും, ചുവപ്പ് നിറം കൂടുതലുള്ള വേഷമായിരിക്കും. ഇനി മുഖത്തെഴുത്തും ശിരോലങ്കാരവും എങ്ങനെയായിരിക്കും? മുഖം ഓട്ടംതുള്ളലിന് പച്ച മുഖമായിരിക്കും, ശീതങ്കം തുള്ളലിന് മഞ്ഞ മുഖമായിരിക്കും, പറയൻ തുള്ളലിന് കറുപ്പ് കൂടിയ കറുത്ത മുഖം ആയിരിക്കും. ഇനി ശിരോലങ്കാരമോ വലിയ കിരീടമാണ് ഓട്ടംതുള്ളലിന്. ശീതങ്കം തുള്ളലിന് ലളിതമായ ചെറിയ ശിരോലങ്കാരം ആയിരിക്കും. പറയൻ തുള്ളലിനും അതുപോലെ തന്നെ ലളിതമായ ചെറിയ ശിരോലങ്കാരം ആയിരിക്കും. അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ മറക്കരുതേ. സ്കൂൾ റിസോഴ്സ് ഫോൾഡറിലുള്ള ക്ലാസ് 7-ലെ 2.2 എന്ന ഫയൽ തുറന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി കുഞ്ചൻ നമ്പ്യാരെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പേജ് നമ്പർ 27-ൽ. തുള്ളൽ കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പാലക്കാട് ജില്ലയിലെ
എൻ്റെ ജില്ലയിലെ കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു. ആക്ഷേപഹാസ്യപ്രധാനമായ തുള്ളൽ കൃതികൾ കൂടാതെ ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, രുക്മിണീ സ്വയംവരം, 10 വൃത്തം തുടങ്ങി മറ്റു സാഹിത്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നീട് കൂട്ടുകാർക്ക് അവിടെ ഉപകരണങ്ങൾ കാണാം. ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതേതൊക്കെയാണ്? കുഴിത്താളം, മൃദംഗം, ഇടയ്ക്ക, ശ്രുതിപ്പെട്ടി. പേജ് നമ്പർ 28 താഴെ തന്നിരിക്കുന്ന തുള്ളൽ വരികൾ താളമിട്ട് ഈണത്തിൽ ചൊല്ലുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കല്യാണ സൗഗന്ധികം ശീതംഗം തുള്ളലാണ്. അതായത് ഹനുമാൻ, ഭീമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ കൂട്ടുകാർ. അപ്പോൾ ഹനുമാൻ ഭീമൻ്റെ അഹങ്കാരം കളയുന്നതിന് വേണ്ടി വലിയ ഒരു കുരങ്ങനായി വഴിയിൽ കിടക്കുകയാണ്. വലിയ വാലാണ്. ഭീമനാവട്ടെ തൻ്റെ പ്രിയതമയായ പാഞ്ചാലി പറഞ്ഞതനുസരിച്ച് കല്യാണ സൗഗന്ധികം പുഷ്പം പറിക്കാനായിട്ട് പോവുകയാണ്. വഴിയിൽ കിടക്കുന്ന കുരങ്ങൻ്റെ വാലെടുത്തു മാറ്റാൻ കുരങ്ങൻ ആവശ്യപ്പെടുകയാണ്. ഇത്രയും വലിയ ഭീമന് വാലൊക്കെ ഒരു നിസ്സാരമല്ലേ, ഒരു ചെറുവിരലല്ലേ. പതുക്കെ പിടിച്ച് പൊക്കിയെടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ മാറ്റാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ബലം. ഏട്ടനാണ്, ഭീമൻ്റെ ഏട്ടനാണ് ഹനുമാൻ. 2 പേരും വായുവിൻ്റെ പുത്രന്മാരും. അത്രയും ബലമുള്ള 2 പേർ. അപ്പോൾ ഭീമൻ്റെ അഹങ്കാരം ഒന്ന് ഒതുക്കുക എന്നത് തന്നെയാണ് ഏട്ടനായ ഹനുമാൻ്റെ ഉദ്ദേശവും. അങ്ങനെ വഴിയിൽ കിടക്കുന്ന ഹനുമാൻ്റെ വാലും എടുത്തു പൊക്കുന്നതുമൊക്കെയാണ് കല്യാണ സൗഗന്ധികം ശീതംഗം തുള്ളലിൻ്റെ ഇതിവൃത്തം. അപ്പോൾ നമുക്കൊന്ന് ആ പാട്ടൊന്ന് പാടി നോക്കാം. കഥയിൽ അവസാനം ഭീമൻ തോറ്റു. ഹനുമാൻ ഏട്ടനാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ഭീമനെ അനുഗ്രഹിച്ചു. ഭീമൻ പുഷ്പം പറിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തു. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടക്കടാ, മർക്കടാ നീയങ്ങു മാറിക്കിടാ ചടാ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ. നല്ല രസമാണ് ഓട്ടംതുള്ളലൊക്കെ ഇങ്ങനെ ഈണമിട്ട് ചൊല്ലാൻ. അതിൻ്റെ ഈണവും കൂട്ടുകാർക്ക് സ്കൂൾ റിസോഴ്സ് ഫോൾഡറിൽ കാണാം, കേൾക്കാം. അടുത്തത് ഓട്ടംതുള്ളൽ രുക്മിണീ സ്വയംവരമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈണമാണ് അടുത്തതായി. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ട, പച്ചടി കൊണ്ട, കിച്ചടി കൊണ്ട, പഞ്ചാരപ്പൊടി 1 പറ കൊണ്ട, മധുരക്കറിയോ മതിതക്കറിയോ മതി പോരാ കോരിക്കൊണ്ട. മലബാർ രാമൻ നായരുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തുള്ളലിൻ്റെ വേഷവിധാനത്തിലും സംഗീതത്തിലും അവതരണ സംഗീതത്തിലുമെല്ലാം ഇന്ന് കാണുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മലബാർ രാമൻ നായരാണ്. അദ്ദേഹത്തെയും കൂട്ടുകാർ അറിഞ്ഞിരിക്കുമല്ലോ. അടുത്ത ഭാഗം കാലത്തിലൂടെ എന്ന പാഠഭാഗമാണ്. നേരെ ക്ലാസ്സിലേക്ക് പോകാം. പാട്ടിനെ ഈണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണാടി കണ്ണാടി കണ്ണു തുറക്കടിയേ നീ കണ്ണു തുറക്കടിയേ, തുള്ളാതെ തുള്ളാതെ ഉള്ളു തുറക്കടിയേ നീ ഉള്ളു തുറക്കടിയേ, വേഷം കണ്ടാൽ എന്തറിയാം ഭാവം കണ്ടാൽ എന്തറിയാം, ഉള്ളിനുള്ളിലെ ഉള്ളറയിൽ വേഷക്കാരി ഇതാരാവാം. അപ്പോൾ അതൊരു നാടകവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. വേഷം മാറിയാണല്ലോ, നമ്മുടെ വേഷത്തിലല്ലല്ലോ അഭിനയിക്കുക, പല വേഷത്തിലാണല്ലോ നമ്മൾ അഭിനയിക്കുക. അതിൽ ചെറുപ്പമുണ്ടാകാം, വയസ്സനുണ്ടാവാം, വയസ്സായവരായി നമ്മൾ അഭിനയിക്കാം. അങ്ങനെ നാടകത്തിൽ പല വേഷങ്ങൾ ഉണ്ട്. പ്രായമറിഞ്ഞാൽ പറയാമോ? പ്രായം പറയാൻ നമുക്കറിയില്ല. നാടകം വരുമ്പോൾ അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പ്രായമാണ് അതിലെ പ്രായം. കളിയാലെ ചിരിയാലെ കാര്യം ചൊല്ലിടാം. അപ്പോൾ കളിയിലൂടെയും ചിരിയിലൂടെയാണ് നാടകത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. കൂട്ടായി ചേർന്നിട്ട് ഈ നാടകം ആടിടാം. എല്ലാവരും ചേർന്നാണ് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് തിരക്കഥ എഴുതിയാണ് നാടകങ്ങൾ അവതരിപ്പിക്കാറ്. കഥയും ചൊല്ലി പാട്ടുകൾ പാടി കവലകൾ തോറും ചോടും വെച്ച് നാടകമാടിടാം. തെരുവ് നാടകത്തെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കഥയും പാട്ടുമൊക്കെ ആയിട്ട് തെരുവുകളിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് തെരുവ് നാടകങ്ങൾ. പല ഭാഷകളിൽ പേച്ചുകളിൽ നാടകമാടിടാം. അപ്പം നാടകത്തിൻ്റെ ഭാഷ പലതരത്തിലുണ്ട്. അതുപോലെ പേച്ചുകൾ എന്ന് പറഞ്ഞാൽ പറച്ചിലുകൾ. പല നാടുകളിൽ ചെന്നിട്ട് നാടകമാടിടാം. നാടകം പല ഗ്രാമങ്ങളിലും ദേശങ്ങളിലും ചെന്ന് നമുക്ക് കളിക്കാൻ സാധിക്കും. നടിച്ചു കാട്ടി ചൊടിച്ചുമിണ്ടി കുതിച്ചു മണ്ടുമ്പോൾ, ആ പദങ്ങളൊക്കെ ഭംഗിയോടെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നടിച്ചു കാട്ടി അഭിനയിച്ച്, ചൊടിച്ചുമിണ്ടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, കുതിച്ചു മണ്ടുമ്പോൾ വേഗത്തിൽ പോകുമ്പോൾ, കാലം കുതിച്ചു മണ്ടുമ്പോൾ, കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അണച്ചു നിർത്തി കാര്യം ചൊല്ലി തൊട്ടുതലോടിയിടാം. അപ്പോൾ അടുത്ത് നിർത്തി കാലം പൊയ്ക്കോട്ടെ, അടുത്ത് നിർത്തി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാം. പാട്ടും നാടകവും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് അറിയാമോ? പാട്ട് വികാരങ്ങളെ സംഗീതാത്മകമായി അവതരിപ്പിക്കുമ്പോൾ നാടകമാവട്ടെ
കഥയെ അഭിനയത്തിലൂടെയാണ് അവതരിപ്പിക്കാറ്. പാട്ടിൽ പല ഭാഗത്തും നാടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി പേജ് നമ്പർ 30 അരീന വേദി എന്താണെന്ന് പറയുന്നുണ്ട്. അഭിനയിക്കുന്ന ഇടം പൂർണ്ണമായും പ്രേക്ഷകരാൽ ചുറ്റപ്പെട്ട രംഗവേദിയാണ് അരീന വേദി. ടെന്നീസ് കോർട്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ അരീന വേദി ആണ്. കുട്ടികളെല്ലാവരും പേജ് നമ്പർ 31 പോലെ ബെഞ്ചിട്ടിരിക്കുന്നു. അതാണ് അരീന വേദി. അവിടെ നാടകം അവതരിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നീട് പുതിയ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ തുടങ്ങിയ സന്ദർഭങ്ങൾ അവിടെ അഭിനയിച്ച് കാണിക്കട്ടെ. വ്യത്യസ്ത പ്രായത്തിലുള്ള കഥാപാത്രങ്ങളുടെ രൂപസവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പ്രത്യേകതകൾക്കനുസരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാടകത്തിൽ വിവിധ പ്രായത്തിലുള്ള ആളുകളായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും. പിന്നീട് മടവൂർ കെ കൊച്ചുനാരായണപിള്ള തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാതിൻ്റെ സ്ഥാപകൻ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും, രംഗപ്രഭാത് എന്താണെന്ന്. കുട്ടികളുടെ നാടകവേദിയാണ് രംഗപ്രഭാത്. ആ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. അരീന വേദിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കണേ കൂട്ടുകാർ. അടുത്തതായി മുഖംമൂടിയുടെ മുഖമാണ്. എന്താണ് മുഖംമൂടി? മുഖംമൂടികൾ പുരാതന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വന്നിരുന്നു. 1530കളിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ആദ്യമായി മാസ്ക് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. മറക്കുക അല്ലെങ്കിൽ മൂടുക എന്ന ഇറ്റാലിയൻ മാസ്കെറയിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. കുട്ടികൾ നോട്ട്ബുക്കിൽ വിവിധ സ്മൈലികൾ വരയ്ക്കട്ടെ. അപ്പോൾ ആ സ്മൈലികൾ വെച്ചുകൊണ്ട് മുഖത്ത് ആ സ്മൈലികൾ വന്നാൽ എങ്ങനെയിരിക്കും? വേഷപ്പകർച്ച അല്ലേ? അപ്പോൾ വേഷപ്പകർച്ച നമ്മൾ സാധാരണയായി ചെയ്യുന്നത് നാടകത്തിലും ജീവിതത്തിലും ഒക്കെ വേഷപകർച്ച ചെയ്യാറുണ്ട്. മുഖം മൂടി ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. മുഖം മൂടികളായ ജീവികളും നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അവർ ശരീരത്തിൻ്റെ നിറം മാറ്റുന്നു. ഓന്തൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മുഖംമൂടികൾ, സ്പൈഡർമാൻ മുഖംമൂടി വെച്ച് ആളാകെ മാറിയാണ്. ക്രിസ്മസ് പപ്പ വരുന്നത് മുഖംമൂടി വെച്ചുകൊണ്ടാണ് അല്ലേ? കലാരൂപങ്ങളിലും മുഖംമൂടികൾ ഉപയോഗിക്കുന്നുണ്ട്. വേഷ പകർച്ച, പകർനാട്ടം നടത്താറുണ്ട്. കഥകളി, പുലിക്കളി, പടയണി തുടങ്ങിയ കലകളിലെല്ലാം വേഷപ്പകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാറ്. എൻ്റെ ഭാഗത്ത് നോക്കൂ, ഡാൻസിങ് ബേർഡ്, അതുപോലെ സ്നേക്ക് മിമിക്കിംഗ് കാറ്റർപില്ലർ, പിന്നെ പഫർ ഫിഷ്, അവരുടെയൊക്കെ രൂപമാറ്റം കണ്ടുവോ? അവർ അവസരം വരുമ്പോൾ ആള് മാറുകയാണ് അല്ലേ? ഈനാമ്പേച്ചി ഉരുണ്ടുകൂടും. അപ്പോൾ ശരീരമൊക്കെ മാറ്റാനുള്ള ഒരു കഴിവാണ് അത്. ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ജീവിതത്തിലും ജീവികളും നമ്മളുമൊക്കെ വേഷപ്പകർച്ച അനുകരിക്കാറുണ്ട്. വ്യത്യസ്ത മുഖംമൂടികളുടെ ചിത്രങ്ങൾ കൂട്ടുകാർ നോക്കുക. പുരാതന കാലം മുതൽക്ക് തന്നെ മുഖംമൂടികൾ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. ഇന്നത്തെ പേജിൽ മുഖംമൂടിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അത് നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. കാഴ്ചക്കാരിൽ കൗതുകവും നിഗൂഢതയും ജനിപ്പിക്കാൻ ശേഷിയുള്ള കലാസൃഷ്ടികൾ അത്രേ മുഖംമൂടികൾ. പിന്നെ പടയണിയെക്കുറിച്ച്, കുമ്മാട്ടിയെക്കുറിച്ച്, കാക്കർശി നാടകം, തെയ്യം, തിറ, അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മുഖംമൂടി നിർമ്മിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേജ് നമ്പർ 36 മുഖംമൂടികളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചൗമാസ്ക്, ഈജിപ്ഷ്യൻ മാസ്ക്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ബംഗാളിലത്തെ ചൗമാസ്കാണ് കൊടുത്തിട്ടുള്ളത് ചിത്രം. കളിമണ്ണും പേപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണത്. ഈജിപ്ഷ്യൻ മാസ്ക് ആവട്ടെ സ്വർണത്തിലും ലാപ്പിസ് ലസൂലിയിലും നിർമ്മിച്ച തുത്തൻ ഖാമൻ്റെ മുഖംമൂടിയാണത്. ലാപ്പിസ് ലസൂലി വില കൂടിയ നീല നിറമുള്ള ഒരുതരം കല്ലിനെയാണ് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. പിന്നെ ഗ്രീക്ക്, ജാപ്പനീസ്, ചൈനീസ്, ആഫ്രിക്കൻ മുഖംമൂടികളെയൊക്കെ പരിചയപ്പെടുക. കൂടുതൽ ഇത്തരത്തിലുള്ള മുഖംമൂടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് കാണുക. അതോടെ ആ ഭാഗം അവസാനിച്ചു. ഇനി അടുത്തത് നാടൻ പാട്ടുകളെക്കുറിച്ചുള്ള നാട്ടുപാട്ടെന്നുള്ള പാഠഭാഗമാണ്. തന്നിന്ന തന്നിന്ന തന്നിന്നാനോ തന്നിന്നാനോ താനന്ന തന്നാന തന്നിന്നാനോ. ഓഹോ, എന്ത് രസമാണല്ലേ വായ്ത്താരികളൊക്കെ പാടാൻ. അപ്പോൾ വായ്ത്താരികൾ ഉപയോഗിച്ച് പാടുന്ന പാട്ടുകളെയാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. തിരുവാതിരയ്ക്ക് പാടുന്ന പാട്ടുകൾ തിരുവാതിര പാട്ടാണ്.
പിന്നെ വടക്കം പാട്ട് വടക്കു ഭാഗത്ത് പാടുന്നത്, തെക്കൻ പാട്ട് തെക്കു ഭാഗത്ത് പാടുന്നതൊക്കെ കേരളത്തിലെ വിവിധ പ്രദേശത്ത് പാടുന്ന പാട്ടുകളാണ് അങ്ങനെ അറിയപ്പെടുന്നത്. നാടൻ പാട്ട് എല്ലാ ഭാഗത്തും പാടുന്നു. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടിപ്പാട്ടുകളാണ്. വീരന്മാരെ ആരാധിക്കുന്ന നാടോടിപ്പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട വടക്കേ മലബാറിലെ തച്ചോളി, പുത്തൂരം തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രങ്ങളും അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളുമാണ് വടക്കൻ പാട്ടുകൾ. അത് കൂട്ടുകാർ പഠിച്ചു വെക്കുമല്ലോ. അതുപോലെ തെക്കൻ പാട്ട് തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്ത് പ്രചാരമുള്ള നാടൻ പാട്ടുകളാണ്. തെക്കൻ പാട്ടുകൾ തമിഴ് കലർന്ന മലയാളമാണ് തെക്കൻ പാട്ടുകളിലെ ഭാഷ. അതും കൂടി ഓർത്തു വെക്കണേ. ഓണത്തിന് പാടുന്ന പാട്ടുകളാണ് ഓണപ്പാട്ടുകൾ. ആ അരിവാളെവിടെ പോയടി മധുരം കോടി പൊന്നമ്മേ, ആ അരിവാളല്ലേ ഇന്നലെ ചാമ കൊയ്യാൻ പോയത്, ആ ചാമ എവിടെയടി മധുരം കോടി പൊന്നമ്മേ. ഇത്തരം ഓണപ്പാട്ടുകളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് മുത്തശ്ശി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകളിങ്ങനെ മാവേലിക്ക് ചുറ്റും വട്ടം വെച്ച് കളിക്കുന്ന ആ പാട്ടുകളാണ് ഓണപ്പാട്ടുകൾ. ഞാനും 2 ഓണപ്പാട്ടുകൾ പാടി ആൽബമാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കത് യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടുന്നതാണ്. ഓണപ്പുത്തരി കവിതാ മോഹൻദാസ്, അതുപോലെ ഓണനില കവിതാ മോഹൻദാസ്. അങ്ങനെ 2 പാട്ടുകൾ ഞാൻ ആൽബമാക്കി ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അതെല്ലാം കാണുമല്ലോ. അടുത്തത് പാട്ടുപെട്ടിയാണ്. ഒരാണ്ടിലൊരിക്കലാണേ മാവേലിയുടെ തെരുവരവ്, ഒരാണ്ടിലൊരിക്കലാണേ മാവേലിയുടെ തെരുവരവ്. പാട്ടുപെട്ടിയിലെ പാട്ട് നോക്കൂ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ആ പാട്ട് പാടിക്കോളണേ. മറിയാമ്മ ജോണിനെക്കുറിച്ചും കണ്ണൻ മൂത്തനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. അവരെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കാനും മറക്കണ്ട. ഭാഗം സിനിമയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ് അല്ലേ? യാത്രയുമായിട്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. കൂട്ടുകാർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലം, കൂത്തമ്പലം ഒക്കെ. അവയെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുമല്ലോ. കൂട്ടുകാർ പഠനയാത്ര പോയിട്ടുണ്ടോ? പഠനയാത്ര പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ്? യാത്രാ വിവരണമൊക്കെ എഴുതും അല്ലേ? പഠനയാത്രയെക്കുറിച്ചിട്ടുള്ള യാത്രാ വിവരണം എഴുതുന്നു. പിന്നീട് അതൊരു വീഡിയോ ആക്കി മാറ്റുന്നു. അതിൻ്റെ ഘട്ടങ്ങളൊക്കെ ഇന്ന് ആർക്കാണ് അറിയാത്തത് അല്ലേ? എല്ലാവരും ഫോണിൽ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പേജ് നമ്പർ 41 പറഞ്ഞിട്ടുള്ളത്. ഒരു ദൃശ്യം നമ്മൾ മൊബൈലിൽ പകർത്തുമ്പോൾ ആ ദൃശ്യം ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. ചിത്രീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഇവയിൽ എഴുതി ചേർക്കാവുന്നതാണ്. അതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിക്കുമല്ലോ. നമ്പർ 42 സ്റ്റോറി ബോർഡിന്റെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ബസ്സിൽ നിന്നും ഇറങ്ങി വരുന്ന കുട്ടികൾ, വരിവരിയായി പുറത്തേക്ക് നടന്നു പോകുന്ന കുട്ടികൾ. ആ കഥയെ മുഴുവനാക്കി മറ്റ് ബോക്സിൽ കൂടി കൂട്ടുകാർ നിറയ്ക്കണം. എന്നിട്ടതൊരു കഥയാക്കി, ഒരു സ്റ്റോറിയാക്കി, ആ ഫ്രെയിമുകളെ ഒരു സ്റ്റോറിയാക്കി മാറ്റുകയും വേണം. സ്റ്റോറി ബോർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു സ്റ്റോറി കഥയായി വായിക്കാൻ കഴിയണം. അത് ഗ്രൂപ്പായിരുന്ന് ചെയ്ത് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനും മറക്കരുത്. എന്താണ് ഫ്രെയിം? നിശ്ചലമായ ചിത്രങ്ങളെ, അവിടെ നിൽക്കുന്ന ചിത്രങ്ങളെ ചേർത്ത് വെച്ചാണ് സിനിമയിൽ ദൃശ്യങ്ങൾ ഇങ്ങനെ ചലിപ്പിക്കുന്നത്. ഓരോ നിശ്ചല ചിത്രങ്ങളും ഓരോ ഫ്രെയിമുകളാണ്. ഇതേപോലെ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ ചലിക്കുമ്പോഴാണ് സിനിമയിൽ ചലനം അനുഭവപ്പെടുന്നത്. അടുത്തതായി എന്താണ് ഫ്രെയിം റേറ്റ് എന്ന് നോക്കാം. ചലനം സൃഷ്ടിക്കുന്നതിന് ചിത്രങ്ങളെ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ആവർത്തിയെ ആണ് ഫ്രെയിം റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ചിത്രത്തെ ആവർത്തിച്ച് ചെയ്യുന്നതാണത്. 24, 60, 120, 240 എന്നിങ്ങനെ ഫ്രെയിം റേറ്റിന് കുറേ ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് അളക്കുന്നതിനുള്ള മാനദണ്ഡത്തെ FPS എന്ന് പറയുന്നു. അതിൻ്റെ ഫുൾ ഫോമാണ് ഫ്രെയിം പെർ സെക്കൻഡ്. ഫ്രെയിം റേറ്റിനെ താഴെ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് ഏകദേശം കണക്കാക്കപ്പെടുന്നത്. ഒരാൾ ഓടുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ട് അതിൻ്റെ ചലന രീതി മനസ്സിലാക്കുമല്ലോ. അതോടുകൂടി 2 പാഠഭാഗങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് ഓണപരീക്ഷയ്ക്ക് കൂട്ടുകാർക്ക് വരിക. 7ാം ക്ലാസ്സിലെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്ക് ഇത് ഓണപരീക്ഷയ്ക്ക് ഉപകരിക്കും, മറ്റു കൂട്ടുകാർക്കും ഉപകരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സ്കിപ്പടിക്കാതെ എല്ലാ പാഠഭാഗങ്ങളും ശ്രദ്ധയോടെ കേട്ട് പഠിക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.